കാര്യം കുറച്ച് കോൺട്രവേഴ്ഷ്യലാണ്, പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല. ദ ടോപ്പിക് ഈസ് ജെൻഡർ ഡിസ്ഫോറിയ. ഒരുപക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും ഈ ഒരു വീഡിയോ ചിലർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയേക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് സെക്സ് ഇൻ സം പീപ്പിൾ. Let's check it out, whether it is normal or abnormal, or it's a disease or not. How some people are being homo, gays, or les, or bi, or trans, okay, trans woman, trans men, and intersex, asexual, pansexual, what all these kind of things are. നമുക്കൊരു ലെസ് എക്സാമ്പിൾ ആയിട്ട് വി ക്യാൻ ടേക്ക് ടു പീപ്പിൾ. ആദില നൂറ. ഓക്കെ, പലരും ചിന്തിച്ചിട്ടുണ്ടാവും അവർക്ക് എന്തുകൊണ്ടൊരു നോർമലി ആയിക്കൂടെ, രണ്ട് വ്യത്യസ്ത ആണുങ്ങളെ പ്രണയിച്ചൂടെ? ദ സിമ്പിൾ ആൻസർ ഈസ് ദേ ക്യാൻ നോട്ട്. അവരാഗ്രഹിച്ചാൽ പോലും അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു ഇടംകയ്യനായ ഒരാൾ, ഓക്കെ, ഇപ്പോൾ വലംകൈ ആയിട്ടാണ് പൊതുവെ ആളുകൾ ഉണ്ടാവുക, പക്ഷേ ചിലർ ഇടവന്മാരുണ്ടാവും, ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ആളുകൾ. അയാളോട് നമ്മൾ കുറേ കാലം ക്ലാസ് എടുക്കുകയാണ്, നീ ഇടംകയ്യനായിട്ട് അല്ലേ ശരിയാവില്ല, എല്ലാവരും വലംകയ്യല്ല, നീ വലംകയ്യനാവ് എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടത് കഴിയുമോ? ഹി കനോട്ട് ഡു ദാറ്റ്. ഇത്രയേ ഉള്ളൂ കാര്യം. സോ ഒരാൾ ലെസ്ബിയൻ ആകുന്നത് അവരുടെ ബർത്തിന് മുന്നേ ഡിസൈഡ് ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്തുള്ള അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിലുള്ള ചില നാച്ചുറൽ വേരിയേഷൻ, സം കൈൻഡ് ഓഫ് കെമിക്കൽസിൻ്റെ വേരിയേഷൻ കാരണമാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ചില കുട്ടികൾ ഇടം കൈയായിട്ട് ജനിക്കും, ബ്രൗൺ കളർ കണ്ണ്, അതൊരു വേരിയേഷനാണ്. ആരും അങ്ങനെ ആഗ്രഹിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല, ജനറ്റിക്കലി കിട്ടുന്ന ആളുകളുണ്ട്. ജനറ്റിക്സ് ആൻഡ് ബ്രെയിൻ വയറിങ്. ചിലർ ഓട്ടിസ്റ്റിക് ആയിട്ട് മാറാം, ചിലർക്ക് എന്തെങ്കിലും ഡൗൺ സിൻഡ്രോം ഉണ്ടാവാം, ഫുള്ളി മെൻ്റൽ പേഷ്യൻ്റ് ആയിട്ടുകൊണ്ട് തന്നെ ജനിക്കുന്ന ആളുകളുണ്ടാവും. അത് ക്യൂറബിൾ അല്ല എന്ന് പറഞ്ഞാൽ അത് ഇനി ശരിയാക്കി എടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ജനിക്കുന്നത്? ബ്രെയിനിലുണ്ടാവുന്ന ചില വേരിയേഷൻ കാരണമാണ്. അങ്ങനെയുള്ള കുട്ടിയോട് നമ്മൾ ക്ലാസ് എടുക്കണം, മോനെ ഭ്രാന്തനായിട്ടൊക്കെ ജീവിക്കുന്നത് ശരിയാണോ, നിനക്ക് സാധാരണ മനുഷ്യന്മാരെ പോലെ ജീവിച്ചൂടെ എന്ന് ചോദിക്കാൻ പാടുണ്ടോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് അവന് കഴിയില്ല എന്നുള്ളതാണ്. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി സെറ്റ്. ഇനി അത് മാറ്റാൻ പറ്റില്ല. ഈ നമ്മുടെ ആദില നൂറ, ഈ രണ്ടാളുകൾ എടുത്താൽ പലരും പറയും ഈ ആളുകൾ ഇവർ ഇങ്ങനെ ആയത് ഒരുപക്ഷെ അവരുടെ ഹോസ്റ്റലിൽ നിന്നുകൊണ്ടാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാറുള്ളൂ, ആ ഹോസ്റ്റലിൽ ഇവരല്ലാത്ത 10-20 കുട്ടികളുണ്ട്, അവരാരും എന്തുകൊണ്ട് ഇങ്ങനെ ആയില്ല? ഇതേ സാഹചര്യത്തിൽ ജീവിച്ച, ഇതേ സാഹചര്യത്തിൽ വളർന്ന, ഇവർ കിടക്കുന്ന അതേ മുറിയിൽ കിടന്നുറങ്ങിയ മറ്റു പെൺകുട്ടികൾ എന്തുകൊണ്ട് ഹോമോ ആയില്ല? അവരാഗ്രഹിച്ചാൽ പോലും അവർക്ക് ഹോമോ ആവാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഉത്തരം. ആദിലെ നൂറയും ആഗ്രഹിച്ചാൽ പോലും അവർക്ക് ഹോമോ അല്ലാതാവാനും പറ്റില്ല. ബിക്കോസ് ബിഫോർ ബർത്ത് അവരുടെ ബ്രെയിൻ വയറിങ്, അവരുടെ ഓറിയൻറ്റേഷൻ സെയിം സെക്സിനോടാണ്. അപ്പോൾ ഒരാൾ ലെസ്ബിയൻ ആകുന്നത് ദറ്റ് മീൻസ് അവരുടെ ജെൻഡറും സെക്സും തമ്മിൽ ക്ലാഷ് ഒന്നുമില്ല. അവർ ഫീമെയിൽ ആയിരിക്കും, സെക്സ് ഫീമെയിൽ ആണ്, ജെൻഡറും ഫീമെയിൽ ആണ്. പക്ഷേ അവരുടെ ഓറിയൻറ്റേഷൻ, അവർക്ക് ഇഷ്ടം തോന്നുന്നത്, ഇത് രണ്ട് മാറ്ററാണ്. ഒന്ന് നമ്മുടെ അസൈൻഡ് സെക്സും, ഒന്ന് നമ്മുടെ ലൈക്കും, ഒന്ന് നമ്മൾ ആര് എന്നുള്ളത്, നമ്മുടെ ഓറിയൻറ്റേഷൻ, നമുക്ക് ആരോടാണ് ഇഷ്ടം എന്നുള്ളത്. ഇതാണ് ഈ കാര്യം മനസ്സിലാക്കുമ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ലെസ്ബിയൻ ആയിട്ടുള്ള ഒരാൾ, അവർക്ക് ഞാൻ ആര് എന്നുള്ളതിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ബൈ ബർത്ത് ഫീമെയിൽ ബോഡി ആയിരിക്കും, ഫീമെയിൽ മൈൻഡ് ആയിരിക്കും, ഫീമെയിൽ സെൽഫ് ആയിരിക്കും. ഇവരുടെ ഓറിയൻറ്റേഷൻ സൈഡിലാണ് സ്പെഷ്യാലിറ്റി. അവർക്ക് ഇഷ്ടം തോന്നുന്നത് സെയിം ആയിട്ടുള്ള ആളുകളോടാണ്, നോട്ട് ടു ദി ഓപ്പോസിറ്റ് സെക്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അവർക്കതാവാനേ കഴിയുള്ളൂ. അവർക്ക് 2 വർഷം നിങ്ങൾ ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അവർക്ക് അങ്ങനെ കഴിയുള്ളൂ. ഇടം കയ്യേ ആയി ജീവിക്കാൻ കഴിയുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ദ സെക്കൻഡ് വൺ ഈസ് ഗേ. ഗേ എന്ന് പറഞ്ഞാൽ പുരുഷനായിരിക്കും, ബൈ ബർത്ത് മാനാണ്, മെയിലാണ്, ഉള്ളിലും സെൽഫും മൈൻഡും മെയിലാണ്, ആണ് തന്നെയാണ്. അവിടെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല, ഞാൻ ആണോ പെണ്ണോ എന്താണെന്നുള്ളൊരു വിഷയമൊന്നും അവിടെ ഇല്ല. ഓക്കെ, ദ മാറ്റർ ഈസ് വിത്ത് ദി ഓറിയൻറ്റേഷൻ. അവൻ്റെ ഇഷ്ടം സെയിം ആളുകളോടാണ്, പുരുഷന്മാരോട് തന്നെയാണ്, സ്ത്രീകളോട് ഒരു താല്പര്യമില്ല. അപ്പോൾ അവനോട് നമ്മൾ പറയാം, മോനെ സ്ത്രീകൾ അങ്ങനെയല്ലേ, സ്ത്രീകൾ അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവനൊന്നും തോന്നില്ല. അത് അവൻ്റെ കുറ്റമല്ല, അവന് തോന്നില്ല. ദാറ്റ്സ് ഇറ്റ്. ഇടം കയ്യനോട് വലത്തെ കൈ കൊണ്ട് ചെയ്ത കുറേ പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവനെ പിറ്റേന്ന് അത് ആക്കാൻ കഴിയില്ല. അപ്പോൾ ഇതെല്ലാം ബ്രെയിൻ വയറിംഗ് ആണ്. ഇനി അതിലെ ബി മീൻസ് ബൈസെക്ഷൽ. ബൈസെക്ഷൽസ് എപ്പോഴും അവരുടെ ഓറിയന്റേഷൻ സൈഡിലാണ് ഡിഫറൻസ് ഉള്ളത്. ഈ പറഞ്ഞ പോലെ സെൽഫിന്റെ സൈഡ് ഡിഫറൻസ് ഇല്ല. ഇനി ഇതിന് ശേഷം ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങളിൽ സെൽഫിന്റെ സൈഡ് ഡിഫറൻസ് ഉള്ളവരാണ്. അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ, ഒരാൾ ബൈസെക്ഷൽ ആണ് മീൻസ് അയാളുടെ സെൽഫും അസൈൻഡ് സെക്സും തമ്മിലൊന്നും ഡിഫറൻസ് ഒന്നുമില്ല. അവർ പ്യുവർ മെയിൽ ആയിരിക്കും അല്ലെങ്കിൽ ഫീമെയിൽ ആയിരിക്കും. ഇപ്പൊ ഒരു പുരുഷൻ ബോഡി വൈസ് അയാൾ പുരുഷനാണ്, മൈൻഡും പുരുഷനാണ്. ഒരു സ്ത്രീ ബോഡി സ്ത്രീയാണ്, മൈൻഡും സ്ത്രീയാണ്. പക്ഷേ ഓറിയന്റേഷൻ അവരെന്തിനെ ഇഷ്ടപ്പെടുന്നു എന്നനുസരിച്ച് നോക്കുമ്പോൾ അവർക്ക് രണ്ടിനോടും ഒരുപോലെ അല്ലെങ്കിൽ രണ്ടിനോടും താല്പര്യം ഒരുപോലെ ആവാം, മേലെ ആവാം, താഴെ ആവാം, ഇടണോ. സ്ത്രീയോടും പുരുഷനോടും ഒരുപോലെ താല്പര്യം തോന്നുക. എല്ലാവരോടും താല്പര്യം തോന്നി എന്തെങ്കിലും ചെയ്യണം എന്നൊന്നുമല്ല പറയുന്നത്. അവർക്ക് അവരുടെ ഉള്ളിൽ രണ്ടിനോടും അട്രാക്ഷൻ തോന്നും. ഭംഗിയുള്ള ഒരു സ്ത്രീയെ കണ്ടാലും ഭംഗിയുള്ള ഒരു പുരുഷനെ കണ്ടാലും അയാൾക്ക് ഇഷ്ടം തോന്നും. അതാണ് ബൈ. ഇതുപോലെ സ്ത്രീകളുണ്ട്.
നമ്മുടെ ആഞ്ചലീന ജോളി എന്ന് പറയുന്ന ആക്ട്രസ് ബൈസെക്ഷൽ ആണ്. അവർക്ക് ഒരുപോലെ സ്ത്രീകളോടും പുരുഷന്മാരോടും താല്പര്യമുണ്ട്. നൗ കമ്മിങ് ടു ട്രാൻസ്ജെൻഡേഴ്സ്. ഇത്ര നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സെൽഫ് ഐഡന്റിറ്റി ആ ഒരു സൈഡിൽ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ബോഡി എന്താണോ അത് തന്നെയാണ് ഉള്ളിലും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ട്രാൻസ്ജെൻഡേഴ്സ്. ഈ ആളുകൾക്ക് ഫസ്റ്റ് പാർട്ടിലാണ് മെയിൻ പ്രോബ്ലം. സെക്കൻഡ് പാർട്ടിൽ വലിയ ഇഷ്യൂസ് ഇല്ല. അത് മോസ്റ്റ്ലി സ്ട്രെയിറ്റ് ആയിരിക്കും. ഈ ട്രാൻസ് പീപ്പിളൊക്കെ ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആണ്, അല്ലെങ്കിൽ ഹെട്രോ ആണ്. അവർ ഓപ്പോസിറ്റ് സെക്സിനോട് തന്നെയാണ് അവർക്ക് താല്പര്യമുള്ളത്. ദ പ്രോബ്ലം ഈസ് വിത്ത് ദ ഫസ്റ്റ് പാർട്ട്. അവരുടെ സെൽഫും ബോഡിയും തമ്മിൽ ക്ലാഷിലാണ്. അപ്പോൾ ഒരാൾ ജന്മന അല്ലെ ജനിച്ചപ്പോൾ ഒരു ആൺകുട്ടിയായിരിക്കും. പക്ഷേ ഇത് പ്രോബ്ലം ഈ ആൺകുട്ടിയുടെ ജനനത്തിന് മുന്നേ വയറ്റ് കിടക്കുന്ന സമയത്ത് തന്നെ ജനറ്റിക്കൽ ആൻഡ് ബ്രെയിൻ വയറിംഗ് അല്ലെങ്കിൽ നാച്ചുറൽ വേരിയേഷൻ കാരണം, ചില ഹോർമോണൽ വേരിയേഷൻസ് കാരണം മൈൻഡ് വേറെയും ബോഡി വേറെയും ആയിട്ടാണ് അവർ ജനിക്കുന്നത്. ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പോൾ ഒരാൾ ട്രാൻസ് വുമൺ ആകുന്നതിന് മുമ്പ് ഒരു പുരുഷനാണ്. ഈ പുരുഷന്റെ പ്രശ്നം, അവന് പുരുഷന്റെ ബോഡിയാണുള്ളത്. പക്ഷേ അവന്റെ മനസ്സ്, ബുദ്ധി, ബ്രെയിന്, എവ്രിതിങ്, അവന്റെ സെൽഫ് എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ആയിരിക്കും. അവനെക്കുറിച്ച് കണ്ണടച്ചാൽ അവൻ മനസ്സിലാക്കുന്നത് അവനൊരു സ്ത്രീയാണെന്നാണ്. പക്ഷേ എന്താ പ്രശ്നം? അവന്റെ ബോഡി സ്ത്രീയല്ല, ബോഡി പുരുഷൻ്റെതാണ്. ഇവർക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ഇവരുടെ മൈൻഡ് എന്താക്കിയാൽ മതി, ബോഡിയുടെ അതേ ഇതിലേക്ക് മൈൻഡിനെ ചേഞ്ച് ചെയ്താൽ മതി. പക്ഷേ അതത്ര ഈസി അല്ല. കാരണം ഇത് നേരത്തെ ഫിക്സ്ഡ് ആണ്. ജനറ്റിക് ബ്രെയിൻ വയറിംഗ് അല്ലെങ്കിൽ ഹോർമോണൽ ഡിഫറൻസസ് കാരണം ജനിക്കുന്നതിന് മുമ്പേ ഇടംകയ്യനായ വ്യക്തിയെ പോലെ, പൂച്ചക്കണ്ണുള്ള ആളുകളെ പോലെ ഈ മനുഷ്യന്റെ മനസ്സ് നേരത്തെ ഒരു ഫീമെയിൽ ആയിട്ടാണ് ജനിക്കുന്നത്. പക്ഷെ ആ കുട്ടി ചെറുപ്പത്തിൽ ആൺകുട്ടിയെ പോലെ തന്നെ ആയിരിക്കും. കുറച്ച് കഴിഞ്ഞ് വലുതാവുന്നിടത്തോളമാണ് ഇവന് പെൺകുട്ടികളുടെ ഡ്രസ്സിനോട്, വളയോട്, മാലയോട്, ആഭരണങ്ങളോട്, പൊട്ടിനോട് അല്ലെങ്കിൽ ഒരുപാട് മേക്കപ്പ് ചെയ്യുന്നതിനോട് ഒക്കെ ഇൻട്രസ്റ്റ് വരും. കാരണം ഇവനൊരു ഫീമെയിൽ മൈൻഡാണ്. ഫീമെയിൽ മൈൻഡ് എന്ന് മാത്രമല്ല, ഫീമെയിൽ മൈൻഡൊക്കെ നമുക്ക് ചില ഗേളിഷ് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവും. പക്ഷെ ഇവന്റെ ഉള്ളിൽ ഇവൻ പ്രോപ്പർലി ഒരു ഫീമെയിൽ ആണ്. ഇപ്പൊ അവന്റെ കയ്യിലുള്ളത് ഒരു ഫീമെയിൽ മൈൻഡും ഒരു മെയിൽ ബോഡിയുമാണ്. അവന് കുറച്ചും കൂടെ ഈസിയാണ് ഇത് ചെയ്യാം. അവൻ പെണ്ണുങ്ങളെ വസ്ത്രവും ധരിച്ചുകൊണ്ട് ജീവിക്കാൻ തീരുമാനിക്കും. കുറച്ചും കൂടെ ക്യാഷ് ഉള്ളവർ സർജറി ചെയ്ത് തന്റെ ബോഡിയും സ്ത്രീകളുടെ ബോഡി പോലെ ആക്കി മാറ്റി ജീവിക്കാൻ ശ്രമിക്കും. സോ ഇതാണ് അവിടെ നടക്കുന്നത്. ഇതാണ് ട്രാൻസ് വുമൺ. സെയിം വിത്ത് ട്രാൻസ് മാൻ. ഒരു പെൺകുട്ടി ആയി ജനിക്കുന്ന ഒരാൾ മനസ്സില് സെൽഫ് എല്ലാം ആണിന്റെ ആയിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് പാന്റും ഷർട്ടും ഇടാനും താല്പര്യം വരും. അവർക്ക് ലൈറ്റ് ആയിട്ട് മീശയും ഇതൊക്കെ രോമം വളർച്ച കൂടുതലായിരിക്കും. ചിലർക്ക് ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. പക്ഷെ മൈൻഡും ബോഡിയും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇവരുടെ ഈ ഈസ്ട്രജൻ കുറവായിരിക്കും, ടെസ്റ്റോസ്റ്ററോൺ കൂടുതലായിരിക്കാം. ഒരുപക്ഷെ അവർക്ക് പ്രസവിക്കാൻ ഒരുപക്ഷെ കഴിയില്ല. ബിക്കോസ് അതിനുവേണ്ട ഹോർമോൺസ് അവരുടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും? അവരുടെ ബോഡി ആണിലേക്ക്, ഈ പെണ്ണിന്റെ ബോഡി അവർ ചേഞ്ച് ചെയ്യും. കാരണം മൈൻഡ് ഓൾറെഡി ആണാണ്. ആ മൈൻഡിനെ ഇനി പെണ്ണാക്കാൻ അത്ര ഈസി അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. അത് ഈസിയാണോ അല്ലേന്ന് അറിയാൻ നിങ്ങൾക്ക് വെരി സിമ്പിൾ ആണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഏകദേശം എല്ലാവരും നിങ്ങളുടെ ബോഡി എന്താണ് അതേ സെൽഫുള്ള ആളുകളാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. എനിക്ക് നാളെ തൊട്ട് മാനസികമായിട്ട് ഞാനൊരു ആണായ എങ്ങനെ ഉണ്ടാവും? എനിക്കൊരു ആണിനെ പോലെ മനസ്സ് ചേഞ്ച് ചെയ്യാൻ കഴിയുമോ? അത്ര ഈസിയാണോ? അതിലേറെ ഈസിയാണ് നിങ്ങൾ 2 ദിവസം ഹോസ്പിറ്റലിൽ പോയി കിടന്നാൽ നിങ്ങളെ ബോഡി ഫുള്ള് മാറ്റി തരും. ആണാക്കണോ പെണ്ണാക്കണോ, ഇറ്റ്സ് ഈസിയർ. പക്ഷെ മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ അത്ര ഈസിയർ അല്ല. ഒരുപക്ഷെ ഇൻക്യൂറബിൾ ആണ്. അവരെ ക്ലാഷ് തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ മാറുന്നത്. അപ്പൊ ആ മാറലോടുകൂടി എൻ്റെ ക്ലാഷ് തീർന്നു, അവര് ഹാപ്പിയായി. ഇനി അവരുടെ ഓറിയന്റേഷൻ സൈഡിലേക്ക് വന്നാൽ ട്രാൻസ് വുമൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ, അവരുടെ ഓറിയന്റേഷൻ മറ്റൊരു ആണിനോടായിരിക്കും കൂടുതലായിട്ടും കാണാറുള്ളത്. ഒരു ഹെട്രോ ആയിരിക്കും, സ്ട്രെയിറ്റ് ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് സെക്സിനോടാണ് അവർക്ക് താല്പര്യം ഉണ്ടാവുക. നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന നാദിറ ആക്ച്വലി ഒരു ആണായിരുന്നു. നാദിറ ഒരു ട്രാൻസ് വുമൺ ആണ്. നാദിറ ആണായിരുന്നു, മനസ്സ് പെണ്ണാണ്, ബ്രെയിൻ വയറിംഗ് പെണ്ണിൻ്റെതാണ്. അതുകൊണ്ട് നാദിറക്ക് പെണ്ണായേ പറ്റുള്ളൂ. നാദിറ ചെറുപ്പം തൊട്ടേ സ്ത്രീകളുടെ വേഷങ്ങൾ കിട്ടാവുന്ന സാഹചര്യങ്ങളിൽ ഇട്ടിട്ടുണ്ടാവും, ഉറപ്പാണ്. നാദിറക്ക് ഇനി ഇഷ്ടം ഒരു ആണിനെ ആയിരിക്കും. നേരെ സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ് സെക്സുമായിട്ട് താല്പര്യം വരും. പക്ഷേ ഈ ട്രാൻസ് വുമണും ട്രാൻസ് മെന്നും ഒന്നും ട്രാൻസ് ജെൻഡർന്നോ അല്ലെങ്കിൽ ട്രാൻസ് വുമണെന്നോ ട്രാൻസ് മാനെന്നോ പറയപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ചിലർ പോലും, ചിലർക്ക് ഓക്കെയാണ്. ചിലർ അവരെന്തിലേക്ക് മാറിയോ? ട്രാൻസ് വുമൺ ആയിട്ടുള്ള ഒരാളെ ശരിക്കും വുമൺ എന്ന് പറയാനാണ് അവർക്കിഷ്ടം. കൂടുതൽ കാര്യം പറയാം. അപ്പോൾ നമ്മുടെ റിയാസ് സലീം ബിഗ് ബോസിന് മുമ്പുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ റിയാസ് സലീം എന്തെങ്കിലും അങ്ങനെ ഒരു സാരി ഉടുത്ത് അല്ലെങ്കിൽ ഒരു ചുരിദാർ ഇട്ട് ഒരു സ്ത്രീയായി നടക്കാൻ സാധ്യത ഉണ്ടോ? ഞാൻ പറയുന്ന ഒരിക്കലുമില്ല. റിയാസ് സലീം ഒരു പുരുഷനാണ്, ബോഡിയും ജെൻഡറും പുരുഷനാണ്. റിയാസ് സലീം പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഹി ഓർ ഹിം എന്നുള്ളത് തന്നെയാണ് അയാളുടെ ഐഡന്റിറ്റി. അയാളുടെ ഓറിയന്റേഷൻ ഏതാന്നുള്ളത് അത്ര വ്യക്തമല്ല, കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരിക്കലും ഇയാൾ ഒരു ട്രാൻസ് വുമൺ ആയി മാറില്ല. റിയാസ് സലീം എത്ര മേക്കപ്പ് ഇട്ടാലും എത്ര ലിപ്സ്റ്റിക് ഇട്ടാലും ഒരു പെണ്ണായി മാറാൻ പോകുന്നില്ല. മീൻസ് അവന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഞാനൊരു പെണ്ണാന്നുള്ള താല്പര്യമില്ല. റിയാസ് സലീമിനെ പറ്റി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈസ് എ ലെസ് മാസ്കുലിൻ പേഴ്സൺ. പുരുഷനാണ്. പൗരുഷം അല്ലെങ്കിൽ മാസ്കുലിനിറ്റി എന്ന് പറയുന്നത് ഓരോ പുരുഷന്മാരിലും ഡിഫറെന്റ് ആയിരിക്കും. ചിലർക്ക് അത് കുറവായിരിക്കും, ചിലർക്ക് സ്ത്രൈണത കുറച്ച് പ്രത്യക്ഷപ്പെട്ടേക്കാം. എന്ന് വെച്ചാൽ അവരുടെ മൈൻഡ് സ്ത്രീയൊന്നുമല്ല, മൈൻഡ് പുരുഷൻ തന്നെയാണ്. പക്ഷെ മസ്കുലിനിറ്റിന്റെ കുറവ് കാരണം കുറച്ച് സ്ത്രൈണത
പ്രകടമായേക്കാം. ഒരു 3 കാര്യങ്ങളും കൂടെ ഉണ്ട് ഇതിൽ. സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. ക്യൂർ എന്ന് പറയും, അതായത് ഈ പറയപ്പെട്ട ടെർമിനോളജീസിനൊക്കെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്, ഒരു അംബ്രല്ല ടേമാണ്, അത്രയേ ഉള്ളൂ. പിന്നെയുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്റർസെക്സ്. അറബിയിലെ ഹുൻസ എന്ന് പറയും, ഫിഖിലൊക്കെ കാണാൻ പറ്റും. സെൽഫിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഓറിയന്റേഷനെ സംബന്ധിച്ചോ അല്ല, ബോഡി ട്രൈറ്റ്സ്, അവരുടെ ഫിസിക്കൽ ബോഡി 2 സെക്ഷുവൽ ടൈപ്പ് ആയിട്ട് ബോഡി വരിക. ഓക്കെ, അത് മെയിൽ ഓർ ഫീമെയിൽ എന്ന് ബോഡി നോക്കി പെട്ടെന്ന് പറയാൻ പറ്റാതിരിക്കുക. ക്യൂറബിൾ ആണ് കുറെയൊക്കെ, പക്ഷെ അവരുടെ സെൽഫ് എന്തിനോടാണോ യോജിപ്പിനനുസരിച്ചിട്ടുള്ള രീതിയിലാണ് അത് ക്യൂർ ചെയ്യാറുള്ളത്. ലോകത്ത് ഏകദേശം 1 to 2%, 2% ആളുകൾ ഇന്റർസെക്സ് എന്ന രീതിയിൽ ജനിക്കപ്പെടുന്നുണ്ട്. മേ ബി ക്രോമസോംസ് വരെ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ XX എന്നുള്ള അതിൽ തന്നെ ആവണമെന്നില്ല. XY അല്ലെങ്കിൽ XYY അല്ലെങ്കിൽ XXX ഈ രീതിയിലൊക്കെ ഇവരുടെ ക്രോമസോംസ് വരാനുള്ള സാധ്യത. ഈ പെർസെൻറ്റേജ് പറഞ്ഞ പോലെ ഏകദേശം 10 to 20% അല്ലെങ്കിൽ അറൌണ്ട് 10% ആനിമൽസിൽ പോലും ഹോമോ ആയിട്ടുള്ള ആനിമൽസിനെ കണ്ടുവരുന്നുണ്ട്. ഒരു 100 ഷീപ്പ് ആടുകളുടെ ഒരു കൂട്ടം എടുത്താൽ അതിൽ 10 ആടുകൾ മേ ബി ഹോമോ ആയിട്ട് ബിഹേവ് ചെയ്യാറുണ്ട്. ദാറ്റ്സ് ന്യൂ സ്റ്റഡീസ്. അപ്പോൾ ഇതൊരു മനുഷ്യരിൽ മാത്രമുള്ള സംഭവമല്ല. നെക്സ്റ്റ് ആണ് അസെക്ഷൽ എന്ന് പറഞ്ഞാൽ. അസെക്ഷൽ എന്ന് പറഞ്ഞാൽ സെൽഫിന്റെ ഭാഗത്ത് ഒരു പ്രശ്നമല്ല, സെൽഫും ബോഡിയും എല്ലാം സെയിം ആയിരിക്കും. ഓറിയന്റേഷൻ സൈഡിൽ ഇറ്റ്സ് 0, ഒന്നിനോടും ഒരു താല്പര്യമില്ല. ആണിനോടോ പെണ്ണിനോടോ ഈ പറയപ്പെട്ട ഒരു വിഭാഗത്തോടും ഒരു സെക്ഷൽ അട്രാക്ഷനും വരാത്ത, ഫീൽ ചെയ്യാത്ത ആളുകളാണ് അസെക്ഷൽസ് എന്ന് പറയുന്നത്. അവരെ പറ്റിയും ഫിഖിൽ ചർച്ചയുണ്ട്. ഈ അസെക്ഷൽസ് ഒരാൾ ആകുന്നത് ബിഫോർ ബർത്തുള്ള പ്രീനേറ്റൽ ഹോർമോൺസ് ഡിഫറൻസ് കാരണോ ജനറ്റിക്സോ അല്ലെങ്കിൽ ബ്രെയിൻ വയറിംഗ് പ്രോബ്ലം കാരണമാണ് സംഭവിക്കുന്നത്. ഒരാൾ അസെക്ഷൽ ആകുന്നത് അതവന്റെ കുറ്റമാണോ? അവൻ ഏതെങ്കിലും സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ട് അവൻ നേടിയെടുത്ത ഒരു ബിഹേവിയർ ആണോ? അത് ഒരിക്കലുമല്ല, ജന്മന കിട്ടിയതാണ്. അത് വലുതാവുമ്പോഴാണ് മനസ്സിലാവുക എന്ന് മാത്രം. ചെറുപ്പത്തിൽ അത് കാണിക്കാനൊന്നുമില്ലല്ലോ. അവൻ പറയും എനിക്കൊന്നിനോട് താല്പര്യം തോന്നണില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് ഹീസ് അസെക്ഷൽ. അത് അവൻ ചുറ്റുപാടുന്ന് പഠിച്ചെടുത്തതോ നേടിയെടുത്തതോ ഡിഗ്രി എടുത്തുകൊണ്ട് ഉണ്ടാക്കിയതോ ഒന്നുമല്ല. ഒരു ഹോസ്റ്റലിൽ താമസിച്ചോ താമസിക്കാതെയോ ഉണ്ടാക്കിയതോ അല്ല. അങ്ങനെ ഒരാൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ജന്മനുള്ളത് മാറ്റാനും കഴിയില്ല. അപ്പോൾ അസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ നിലവിലുണ്ട് എങ്കിൽ അസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ എങ്ങനെ ഉണ്ടാവുന്നു അതേ തരത്തിലാണ് നേരത്തെ പറഞ്ഞ LBG എവറിത്തിങ് എല്ലാം ഉണ്ടാകുന്നത് അതേപോലെയാണ്. അതൊരു ഡിഫക്റ്റ് എന്നോ ഡിസോർഡർ എന്നോ ഒന്നും പറയാൻ പറ്റില്ല. അതൊരു ഇൽനെസ് ഒന്നുമല്ല. കുറെ ആളുകളുടെ തെറ്റിദ്ധാരണ, ഞാൻ ആ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയിട്ടാണ്. ആദിലയും നൂറയും കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിലും നൂറ ലെസ്ബിയനാണ്, ആദില ലെസ്ബിയനാണ്. അവർക്ക് മറ്റേതെങ്കിലും ലെസ്ബിയൻ പാർട്ട്നേഴ്സിനെ എടുത്തേ പറ്റുള്ളൂ. അവർക്ക് അതേ കഴിയുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അതിനാരും നമ്മൾ അവർക്ക് ക്ലാസ് എടുത്ത് കൊടുത്തോണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇവരോടൊക്കെ ഒരു ഹ്യൂമാനിറ്റി കാണിക്കാവുന്നതേ ഉള്ളൂ. ഒരു ഇടം കയ്യനോട് നിങ്ങൾക്ക് ഹ്യൂമാനിറ്റി കാണിക്കാൻ പറ്റുമെങ്കിൽ ഈ പറയുന്ന ആളുകളോടൊക്കെ കാണിക്കാം. നിങ്ങൾ ഇപ്പോൾ സ്ട്രെയിറ്റ് ആണെങ്കിൽ, നിങ്ങൾ ജന്മന സ്ട്രെയിറ്റ് ആണ്, നിങ്ങളുടെ ബ്രെയിൻ വയറിംഗ്, ജനറ്റിക്സ്, ഹോർമോൺസ് എവറിത്തിങ് വാസ് ബേസ്ഡ് ഓൺ സ്ട്രെയിറ്റ് മെൻറ്റാലിറ്റി. എത്ര വർഷം ക്ലാസ് എടുത്ത് തന്നാലും നിങ്ങൾക്ക് ആർക്കും മറ്റൊന്നാവാൻ കഴിയില്ല. ബിക്കോസ് ഇതങ്ങനെ മാറ്റാൻ കഴിയുന്ന ഒരു സംഭവമല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. പലർക്കും ഇപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. ഉൾക്കൊള്ളാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യം എനിക്കും ഉണ്ടായിരുന്നു. കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കിയാൽ എന്ത് ഉൾക്കൊള്ളാൻ കഴിയും. ഓക്കെ, ഹോപ്പ് ഇറ്റ് മേ ബി ഹെൽപ്ഫുൾ ഫോർ യു ഇൻ ഫ്യൂച്ചർ. താങ്ക് യു.